വിദ്വേഷ പരാമർശ കേസിൽ പി.സി. ജോർജിന് കർശന ഉപാധികളോടെ ജാമ്യം. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി സനോജ് കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. സനോജ്, മതവിദ്വേഷ പരാമർശങ്ങളുടെ പേരിലാണ് പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്തത്, റിമാൻഡിലാക്കിയത്. ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു കോടതി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർശന വ്യവസ്ഥകളും ഉപാധികളും ഉണ്ട് ജാമ്യത്തിനെന്നും മനസ്സിലാക്കുന്നു. എന്തൊക്കെ ഉപാധികളും വ്യവസ്ഥകളുമാണ് ജാമ്യത്തിന് കോടതി ഏർപ്പെടുത്തിയിരിക്കുന്നത്? കോടതി നിരീക്ഷിച്ചത് എന്താണ്? കോടതി വിധിയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും വിദ്വേഷ പരാമർശ കേസിൽ ശക്തമായ താക്കീത് നൽകുവാൻ കോടതി ജാമ്യം നൽകുമ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തിച്ചാൽ യാതൊരു തരത്തിലുള്ള ദയയും വിധിയോഗ്യം നൽകുന്നതല്ല എന്നുള്ള കർശനമായ ഒരു സന്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ജാമ്യ വിധിയിലെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം പുറത്തുവരും. കഴിഞ്ഞ ദിവസമാണ് ഈ കേസിൽ കോടതി പി.സി. ജോർജിന്റെ ജാമ്യം നിഷേധിക്കുകയും മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിക്കുകയും ഒടുവിൽ പി.സി. ജോർജ് കേസിൽ കീഴടങ്ങുകയും ചെയ്തത്. ഈ കീഴടങ്ങിയതിനു ശേഷം നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജോർജ് കോട്ടയം മെഡിക്കൽ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഇതിനിടയിൽ 5 ദിവസം മുമ്പ് ജോർജിന്റെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയത്. ഇന്നലെ ഈ കേസിൽ ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇന്ന് കേസ് വിധി പറയാൻ മാറ്റിവെക്കുകയായിരുന്നു. അങ്ങനെയാണ് രാവിലെ കേസെടുത്ത വേളയിൽ കോടതി കർശന ഉപാധികളോട് ഇപ്പോൾ ജാമ്യം അനുവദിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ആ വിധിയുടെ പകർപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ ഈ ഉപാധികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്താണ് എന്ന തരത്തിൽ വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തിച്ചാൽ യാതൊരു തരത്തിലുള്ള ദയയും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്നൊരു ശക്തമായ മെസ്സേജ് കോടതി ജോർജിന് നൽകിയിട്ടുണ്ട്. മനു, ശരി. പി.സി. ജോർജിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് സനോജ് കോട്ടയത്ത് നിന്ന് നൽകിയത്.